ഹലോ, എല്ലാവർക്കും എൻബ്രോസ് ടൈം പാസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിയാദിലത്തെ കിങ് അബ്ദുൾ അസീസ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്ററിക്കൽ മ്യൂസിയത്തിലാണ്. മുറബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത്. മ്യൂസിയത്തിന് പുറത്തായിട്ട് തന്നെ മുറബ പാർക്കുണ്ട്. പാർക്കൊന്ന് നടന്നുകൊണ്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് മ്യൂസിയത്തിൽ കയറുന്നത്. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ ഫ്രീ എൻട്രിയാണ്. ഇപ്പോൾ നമുക്ക് മ്യൂസിയം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യൂണിവേഴ്സ് ക്രിയേഷൻ എന്ന കോൺസെപ്റ്റിനെ ബേസ്ഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഭാഗത്ത് ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്ത് ചുറ്റിലും മിറേഴ്സ് വെച്ചിട്ട് ഒരു ഗ്ലോബിൻ്റെ എഫക്റ്റാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സ് ക്രിയേഷൻ എന്ന കോൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ദ ബിഗ് ബാങ്. അതിൻ്റെ ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊരു ഡെസേർട്ട് സ്റ്റോൺ ആണ്. ഇതിൻ്റെ രൂപം പോലെ തന്നെ റോസ് സ്റ്റോൺ എന്നാണ് ഇവരിതിന് നൽകിയിരിക്കുന്ന പേര്. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ മനുഷ്യർ യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ വെപ്പൺസാണ്. അതേപോലെയുള്ള കുറച്ച് വെപ്പൺസാണിവ. ഈ മ്യൂസിയത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ എലിഫൻറ്റ് സ്കെലറ്റൻ. ആ കാലഘട്ടത്തിൽ അറേബ്യൻ പെനിൻസുലയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം എലിഫൻസിൻ്റെ സ്കെലറ്റനാണ് യാതൊരു കേടുപാടുകളും കൂടാതെ ഇവരിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കെലറ്റിൻ്റെ സൈഡിലായിട്ട് ആ കൂട്ടം എലിഫൻസിൻ്റെ കൊമ്പും അതുപോലെ തന്നെ പല്ലും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർ താഴെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മ്യൂസിയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പോകാം. മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സിൻ്റെയും അതുപോലെ തന്നെ ആർട്സിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം വളരെയധികം റിയലിസ്റ്റിക് ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു നദിയുടെയും അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറച്ച് ആനിമൽസിൻ്റെയും ഒരു മനോഹരമായ പെയിൻറ്റിംഗ് ആണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് മനുഷ്യർ അവരുടെ കാലഘട്ടത്തിൽ നടന്ന ഇവൻറ്റ്സ് ഭാവിയിലേക്ക് പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ കാർവിങ്സ് ആണ്. അതുപോലുള്ള കുറച്ച് സ്റ്റോൺ കാർവിങ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ദ സ്റ്റാൻഡിങ് സ്റ്റോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ കുറച്ച് സ്റ്റോൺ കാർവിങ്സ് ആണ് ഇത്. ബിഫോർ ക്രൈസ്റ്റ് കാലഘട്ടം മുതൽ ആനോഡോമിനി വരെ ഇവർ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഗ്സും പിന്നെ ജഗ്സിൻ്റെയും ഒക്കെ മോഡൽസാണ് ഇവ. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ യൂസ് ചെയ്തിരുന്ന അറബിക് ആൽഫബറ്റ്സിൻ്റെ സ്റ്റോൺ കാർവിങ്സ് ആണിത്. ഫസ്റ്റ് ആൽഫബറ്റ്സ് എന്ന കാറ്റഗറിയിലാണ് ഇവർ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ ഒരു മോണുമെൻറ്റിൻ്റെ മോഡലാണിത്. പണ്ട് കാലങ്ങളിൽ ഇവർ യൂസ് ചെയ്യുന്ന സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ഓർണമെൻറ്റ്സ് ആണിത്. നമ്മളിനി മ്യൂസിയത്തിൻ്റെ ഉൾഭാഗത്തിലോട്ട് പോകുന്നു. പണ്ട് കാലത്തെ ഇവരുടെ കൾച്ചറും അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ സ്റ്റോൺ കാർവിംഗ് ആണിത്. ഡെസേർട്ടിൽ നിന്നും ഇവർ കളക്ട് ചെയ്ത 2 ഓസ്ട്രിച്ച് എഗ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്.
അതിൻ്റെ സൈഡിലായിട്ട് തന്നെ അമ്മിയും ഉരലും പോലുള്ള കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് കാണാം. ഈ മ്യൂസിയത്തിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായ പെയിൻറ്റിങ്സ് കൊണ്ട് ഇവിടെ നിറച്ചിരിക്കുന്നു. പണ്ട് കാലത്ത് നിസ്കരിക്കാനായി ഇവർ ഉപയോഗിച്ചിരുന്ന പള്ളിയുടെ ഒരു മോഡലാണിത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഓർണമെൻറ്റ്സ് ആണിത്. ദ ട്രഷർ ഓഫ് താജ് എന്ന കാറ്റഗറിയിലാണ് ഇവരിതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു സിംഹത്തിൻ്റെ തലയുടെ ശില്പമാണിത്. പണ്ട് നമ്മുടെ നാട്ടിൽ കാളകളെ ഉപയോഗിച്ച് നമ്മൾ ചക്കിലാട്ടി എണ്ണ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒട്ടകത്തെ ഉപയോഗിച്ച് ഡേറ്റ്സിൽ നിന്നും ഇവർ എണ്ണ ഉണ്ടാക്കാറുണ്ട്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യ ഗേറ്റ് പോലുള്ള ഒരു നിർമ്മാണമാണിത്. പണ്ട് കാലത്ത് ആളുകൾ തങ്ങളുടെ പണം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കുഞ്ഞിക്കുടവും അതിൽ നിന്ന് പുറത്തോട്ട് വീഴുന്ന സിൽവർ നാണയങ്ങളുടെയും ഒരു മോഡലാണിത്. ഇനിയും ഒരുപാട് നടന്നു കാണാനുണ്ട്. വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ തീർച്ചയായും ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോയുടെ രണ്ടാം ഭാഗം കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.